അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇശാ നിസ്കരിച്ചത് 4 5 എന്നൊരു സംശയം ചിലർക്കുണ്ട്. എനിക്കില്ല കേട്ടോ, എനിക്ക് 4 ഇനി നിങ്ങൾക്ക് 5 ഉറപ്പായാലും നിസ്കരിച്ചതിന് ശേഷം കണക്കൂട്ടിയപ്പോൾ 5 ഉറപ്പായാലും പേടിക്കണ്ട, ആ നിസ്കാരം മടക്കണ്ട. അതാണ് മസാല പറയാനാണ് ഇത് ഉണർത്തിയത്. നിങ്ങൾക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പായി നോട്ടുക. അത് 5 എന്നാണ്ട് ഉറപ്പായാൽ എന്ത് വേണ്ട, മടക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അവിടെ ബേജാറാണ്ട. എനിക്ക് 5 ധാരണൊന്നുമില്ല കേട്ടോ. എനിക്ക് എന്തെന്നെ ഉള്ളത്? എന്തേ നിങ്ങളെ മുഖം പൊത്തി? അല്ല പയച്ചാന്ന് പറയാൻ പറ്റില്ല, അപ്പൊ ഉറപ്പില്ല. 4 അല്ലേ? ആയിക്കോട്ടെ, അത് ചോദിച്ചിട്ട് കാര്യമില്ല. രണ്ടാമത്തേലാ വന്നേക്കണ്ടേ? 4 ആയിക്കോട്ടെ. പിന്നെ 2 കിട്ടിയിട്ടുള്ളൂ. അല്ല ഇനിയിപ്പോ കുഴപ്പമില്ല. 5 ഇപ്പൊ നിങ്ങൾക്ക് ഉറപ്പായി, എന്നാലും മടക്കണ്ടാന്ന്. ശേഷം ഉറപ്പായ മടക്കണ്ടാന്ന്. നേരെ മറിച്ച് 5 ഉറപ്പായ നീക്കാൻ പാടില്ല. നിങ്ങൾക്ക് നീച്ചപ്പോ ഉറപ്പാണ് 5 എന്നാ നീക്കാൻ പാടില്ല. അങ്ങനെയാണ് മൂപ്പരിപ്പോ എന്താ നീച്ചതിന് അവർക്ക് സംശയം, അത്രേ ഉള്ളൂ. അപ്പൊ ആരും നിസ്കാരം ബാത്തിലല്ല. ഞാണ്ടുകൊണ്ടും ബാത്തിലായി എന്ന് പറഞ്ഞ് കളിക്കാൻ നിൽക്കണ്ട. ആർക്കും ബാത്തിലല്ല. അതുകൊണ്ടാണ് മസാല പറയണല്ലോ. അത് നല്ല ഇടക്ക് ഓരോന്നും അങ്ങനെ, കാരണം എന്നാലല്ലേ മസാല മനസ്സിലാവുള്ളൂ. 3 ഉറപ്പാണി 1 ഏത് നീച്ചത് 3 അപ്പൊ വേഗമാണെങ്കിൽ ഉറക്കാതെ നിസ്കരിക്കണം. സംസാരം അടിയിൽ നടന്നിക്കണമെങ്കിൽ 4 റക്കാത്ത് രണ്ടാമത് നമ്മൾ കുട്ടികൾ പറഞ്ഞാൽ അയച്ചാങ്കോയിച്ച നിസ്കരിക്കണം. പറയാ. പക്ഷെ സുബ്ഹാനല്ലാഹ് പറയുമ്പോ ചില നിബന്ധനകളുണ്ട്. ഇമാമിനെ ഉണർത്തുക എന്നുള്ള നിയ്യത്തോടു കൂടി മാത്രം പറയരുത്. ഒരു ദിക്റ് എന്നൽക്ക് പറയണം. ഇമാമ് കേൾക്കണേ കേട്ടോട്ടെ, കുറച്ച് പ്രശ്നമാണ്. അതാണ് ഞാനൊക്കെ വേക്കലുണ്ടെങ്കിൽ പെട്ടെന്ന് സുബ്ഹാനല്ലാഹ് പറയില്ല. പിന്നെ ആലുസ്ലിർന്ന ഉപരെയൊക്കെ കഴിവുള്ള ആളാണ്. 2 കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ ചിലവർ പറയില്ല, ചിലവർ പറയും. ചിലവർ പറയില്ല, ചില വലിയ മഹാന്മാരും പറയും, ചില വലിയ ആളുകൾ പറയില്ല. അത് രണ്ടും ചെയ്യാം. പക്ഷെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോ ഇമാമിനെ ഉണർത്തുക എന്നുള്ള കരുത്ത് മാത്രം ഉണ്ടാവാൻ പാടില്ല. വേറെ പ്രശ്നമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് ഞാൻ ഇനി ചിലവർക്കൊരു ബേജാറുണ്ടാവും. തറാവീഹ് നിസ്കരിക്കുകയും ചെയ്ത് യശപ്പ് എന്തായി? വേണ്ട, ഒന്നും ആയിട്ടില്ല. അതുള്ളത് തന്നെ. ഞാൻ 5 ആർക്കെങ്കിലും ഉറപ്പാണെങ്കിലും ഒന്നും ആയിട്ടില്ല. ആ അള്ളാഹു സ്വീകരിക്കും. അത് മടക്കണ്ടെന്ന് ഇമാം നവവി തങ്ങൾ പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പറയാൻ പോകുന്നത് എന്താ വെച്ചാല്, ഫിത്ര സക്കാത്ത് നാളെ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ഇന്നിപ്പോ ഫിത്ര സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? എന്താ നിങ്ങളെ അഭിപ്രായം? കൊടുത്താ വിടും, ജായിസാണ്. നോമ്പ് 1 കൊടുത്താൽ ഫിത്ര സക്കാത്ത് കൂടും. പക്ഷെ എന്താണ് ഫിത്ര സക്കാത്ത് കൊടുക്കൽ വുജൂബുള്ള സമയത്തും ഈ കൊടുക്കുന്നവൻ കൊടുക്കാൻ അവകാശിയാവണം, വാങ്ങുന്നവന് വാങ്ങാനും അവകാശിയാവണം. അല്ലെങ്കിൽ രണ്ടാമത് കൊടുക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല. ഉദാഹരണം, ഇപ്പൊ റംസാൻ 1 ഞാൻ ഫിത്ര സക്കാത്ത്, നിങ്ങൾക്ക് വീട്ടിൽ ഫിത്ര സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ആള് ഒരാളെ തൽക്കാലം സെറ്റാക്ക. നിങ്ങള് ഫിത്ര സക്കാത്ത് മൂപ്പർക്ക് കൊടുത്ത് 2.5-3 കിലോ അരി കൊടുത്തെന്ന് വിട്ടാ, മൂപ്പര് 26 കൂടി ഭയങ്കര മുതലാളി. എന്നാ ഞാൻ വേറെ കൊടുക്കണം. മനസ്സിലായില്ലേ? വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് പൈസ എപ്പോഴും ആണ്ടുകൊണ്ടൊക്കെ ആവുമല്ലോ. അല്ലെങ്കിൽ ഏറ്റവും നല്ല ഏതാരങ്ങള് ആ പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് സുബിസ്കാരത്തിന് ഇടയിലുള്ള ആ സമയം ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ പെരുന്നാൾ നിസ്കാരം 8 മണിക്കായിരിക്കും. അപ്പൊ ഒരു 6:30 to 8:30 ഇടയിൽ കൊടുക്കലാണ് ഏറ്റവും നല്ലത്. മാസം കണ്ടതിന് ശേഷം കൊടുത്ത് തുടങ്ങാം, പ്രശ്നമില്ല. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയാം. ഇന്നിപ്പോ അല്ല ഉദ്ദേശം. ഇന്നിപ്പോ ചെയ്യാനുള്ള ഒരു അമല്, കാരണം ഇങ്ങനെ ഒരുപാട് അമലുകളാലും നമ്മൾ പറഞ്ഞു തന്നെ. പ്രധാനപ്പെട്ട ഒരു അമൽ എന്ന് പറയാനുള്ള എന്താ വെച്ചാല്, ഈ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള റവാത്തിബ് ഉണ്ടല്ലോ, അത് ഏതായാലും ഇപ്പൊ റമദാനോട് കൂടി നമ്മൾ ശരിക്കും നിസ്കരിക്കുന്ന ആളുകളാണ്. ആ റമദാൻ കഴിഞ്ഞാലും നിലനിർത്താൻ വേണ്ടി തീരുമാനിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മൊത്തം നിസ്കാരങ്ങൾ 22 റക്കാത്ത്, അതിൽ മുഅക്കദായ സുന്നത്ത് 12 റക്കാത്ത്. ഒരു 12 റക്കാത്തെങ്കിലും നിലനിർത്താൻ വേണ്ടി ശപഥം ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
വലിയ ഭാഗ്യവാന്മാരെ 22 റക്അത്ത് നിസ്കരിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ ളുഹറിന്റെ 9-4 എണ്ണം പിടിച്ചോളിട്ടാ, ഇനി കിതാബൊക്കെ കിട്ടണല്ലോ, നിങ്ങൾ കണക്കൂട്ടി പറയണ്ട. ളുഹറിന്റെ 9-4 ശേഷം 4, അസറിന്റെ 9-4 എത്രയായി? 12. പിന്നെ മഗ്‌രിബിന്റെ 9-2 ശേഷം 2 എത്ര? ഇശാന്റെ 9-4 അല്ല അസറിന്റെ 9-4 അത് കൂട്ടിയാ. ആ മഗ്‌രിബിന്റെ 9-2 ശേഷം 2 അപ്പൊ എത്രയായി? ഇശാന്റെ 9-2 ശേഷം 2 20. സുബഹിന്റെ 9-2 22. ഇതാണ്. ഇനി അതില് കടുകടുപ്പുള്ള നെയ്യിട്ട് പൊരിച്ചതുണ്ടല്ലോ, ഇതിപ്പോ വെളിച്ചെണ്ണറ്റും മറ്റേ തൊക്കെ കെട്ടിയിട്ട് വാട്ടിയത്. നെയ്യിട്ട് പൊരിച്ചത് 12ആണ്. അത് 10 അഭിപ്രായമുണ്ട്. 12 2 റിവായത്തുണ്ട്. അതുകൊണ്ട് മസലിൽ എങ്ങനെ വരാൻ കാരണം 12 ആകുന്ന കോലം എങ്ങനെയാണ്? ളുഹറിന്റെ 9-4 എണ്ണിക്കോളെ. ളുഹറിന്റെ 9-4 ശേഷം 2, അസറിന്റെ 9 ശേഷം ഇല്ല, മഗ്‌രിബിന്റെ 9 ഇല്ല ശേഷം 2 എത്ര? 8. 8 ഉറപ്പല്ലേ? എന്നാ ഇശാന്റെ ശേഷം 2 കൂട്ടിക്കളി. സുബഹിന്റെ 9-2 12 അല്ലേ? ഞാൻ 10 ആക്കണ കോലം വെച്ചാല് ളുഹറിന്റെ 9-4 വേണ്ട 2, അവ 2 2 4 അവ 10 ആയി. ഇതിൽ ഏതാ നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുക? അയിമാണ് കൂടിക്കോളി. ഇനി 22-ന് പുറത്ത് വേറെ അതിൽ റിവായത്തുണ്ടോന്ന് ഇപ്പത്തെ മൂഡിൽ ചോദിക്കാൻ നിൽക്കണ്ട. 30-ന്റെ നിലനിർത്താൻ പറ്റിയത് കാരണം എന്താ വെച്ചാൽ അഹബ്ബുൽ അമാലി ഇലല്ലാഹി അദ്വമുഹ എന്നാണ്. അള്ളാഹെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് നിത്യമായി കൊണ്ടുനടക്കുന്ന അമലാണ്. ചിലരുണ്ട് എന്തെങ്കിലും കേട്ടാൽ ഒതിരിങ്ങൾ അത് നേരത്തെ തന്നെ അറിയണ്ടല്ലോ വെച്ചിട്ട് അങ്ങോട്ട് അടിച്ച് കയറും. പിന്നെ കാണാൻ 2 ദിവസം കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അതിനേക്കാളും നല്ലത് നടത്തണേ നിലനിർത്താൻ നോക്കുക. അപ്പൊ ഇതിൽ ഏതാണ് 3 ഐറ്റം ഞാൻ പറഞ്ഞു. 22 റക്അത്ത്, 12 റക്അത്ത്, 10 റക്അത്ത് 3 കിതാബിലുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുന്നതാണ് പിടിച്ചോളി. അത് ജീവിതത്തിൽ ഒഴിവാക്കരുത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താ വെച്ചാല് അയ്മലാണ് അള്ളാന്റെ സ്വന്തം ആളാവാൻ പറ്റുക. ഫർളുസ്കാരം എന്ന് പറഞ്ഞാൽ പെരടിയിൽ ബാധ്യതയായിട്ട് അടിച്ചേൽപ്പിച്ചാണ്. അത് തീർത്തിട്ടില്ലെങ്കിൽ മൾക്കിലിട്ടും. അള്ളാന്റെ സ്വന്തം ആളാവാൻ പറ്റൂല. ഈ സ്വന്തം ആളെ എപ്പോഴാകുന്ന നിങ്ങള് ഉദാഹരണം ഞങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മളൊരു വണ്ടിയിൽ ഡ്രൈവറെ വെച്ചു. മൂപ്പര് ഡ്രൈവിങ്ങിന് പുറമെ വണ്ടി കഴുകണ്, നമ്മളെ പൂന്തോപ്പ് കഴുകണ്, നമ്മളെ ഉമ്മ നോക്കണ്, വരിയില് പിന്നെ നമ്മള് എവിടെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ തൂത്ത് വാരിയിട്ട് ബക്കറ്റിലാക്കി കൊട്ടണ്. അപ്പൊ നമ്മളിതിങ്ങനെ കാണാം. നമ്മൾ ചിന്തിച്ചു, നമ്മളിപ്പോ മൂപ്പര് ഏൽപ്പിച്ച കാര്യമായ കടമുള്ള ഡ്യൂട്ടി ഡ്രൈവിങ് മാത്രമാണ്. ഓന് പറമ്പ് തൂത്ത് വാരണം, ഉമ്മാനെ കൈയൊടിച്ചിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകണ്. എന്താ നമ്മൾ ചെയ്യാ? നമ്മളെ സ്വന്തം ആളാകുമ്പോ ആണെങ്കിൽ മോളെ എന്താ ഞാൻ അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് വേണമെങ്കിൽ മോളെന്ത് ചെയ്യും? കെട്ടിച്ചും കൊടുക്കും. നിങ്ങൾക്ക് വേണോ? ഞാൻ ഇഷ്ടം പോലെ ഈ പരിസരത്ത് നിന്ന് അങ്ങനത്തെ മരക്കളെ ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാവും. ചിലവരെന്ത് ചെയ്യും? മോളില്ലെങ്കിൽ ഓടിയുന്ന വണ്ടി കണ്ടു കൊടുക്കും, ആണ്ടിച്ചെടുത്തോണ്ട്. അങ്ങനത്തെ ആൺകുട്ടികൾ ഈ സസലിക്കണ്ട ആരാന്ന് ഞാൻ പറയില്ല. ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടിക്ക് പുറമെ ഉമ്മാനെ നോക്കലും പിടിച്ചോണ്ടോലൊക്കെ ആയി. അപ്പോ ഓൻ ഓട്ടിന്ന് വണ്ടി എന്ത് ചെയ്ത് ഓനക്കാണ്ട് കൊടുത്ത്. അങ്ങനത്തെ ഒരു ഇസാസലിരിക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ മനസ്സ് കയറി കൂടൽ സുന്നത്തുമ്മലാണ്, ഫർളുമ്മലല്ല. ഇപ്പൊ നമ്മളെ ഈ ഭാര്യമാരും അല്ലെങ്കിൽ പെൺകുട്ടി നമ്മളെ പെങ്ങന്മാരൊക്കെ പ്രസവ ഹോം നേഴ്സിനെ കൊണ്ടല്ലേ വീട്ടിക്ക് ഉണ്ടാവില്ലേ? നിങ്ങൾക്കൊന്നും അതിന്റെ ഇല്ല പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, ആൾക്കാര് പിന്നെ ചോദിച്ചടക്കും അയാൾക്ക് ഇനി വണ്ടി ഉണ്ടോന്ന്. അപ്പൊ അവന്റെ പേരൊന്നും ഞാൻ പറയില്ല. ഓക്കെ, നമ്മളെ ഈ വീട്ടിലൊക്കെ ആരെങ്കിലും പ്രസവിച്ച ഹോം നേഴ്സിനെ കൊണ്ടുവരുമല്ലോ. സത്യമാണ് ഞാൻ പറഞ്ഞത്. ഇവർ ഈ പ്രസവിച്ച പെണ്ണിനെയും പ്രസവിക്കട്ട കുട്ടിനെയും കുളിപ്പിക്കുക, അവർക്ക് തൈലിട്ട് കൊടുക്കുക, കൈ ഒടിച്ചുകൊണ്ടുപോകുക. ഇതിലപ്പുറമായി കഴിഞ്ഞാൽ പൊരയത്തെ പിന്നെ മിക്സി മേശ അതൊക്കെ തുടക്കുക, ഫ്രിഡ്ജിലുള്ള സാധനങ്ങൾ എടുത്ത് പുറത്താക്കുക, ഒന്ന് വൃത്തിയാക്കുക, കട്ടിലൊക്കെ കഴുകുക, മേലൊക്കെ ഒന്ന് തൂത്തുവരാ. അപ്പോ പരക്കാരത്തേന് എന്തിക്കും? എങ്ങനെ പേരെ ഒഴിവാക്കുക? പോണ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ പൈസ അല്ല കൊടുക്കുക, അതിന്റെ എത്രയോ അപ്പുറം കൊടുക്കും. നേരെ മറിച്ച് ഇങ്ങനെ എണ്ണിട്ട് കുളിപ്പിക്കുക, തലയിൽ കൂടി വെള്ളം വരാ. നമ്മൾ വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇട്ടിടിച്ച പോണ സമയത്ത് നമ്മൾ കൊറോണ കൊടുക്കൂല, അവിടെ തർക്കമുണ്ടാക്കും. അപ്പൊ ഫർളിന് പുറമെ സുന്നത്തായ കാര്യങ്ങളിൽ പിടിച്ചു തൂങ്ങുമ്പോഴാണ് അള്ളാന്റെ സ്വന്തം ആളാൻ പറ്റുക. ഈ റവാത്തിബ് വെച്ചതിന് എന്തിനാ നിങ്ങള് ഫർളിൽ വല്ല മിസ്റ്റേക്ക് ഒന്നല്ല, അതുകൊണ്ട് പരിഹരിക്കാനാണ്. നമ്മൾ ഈ ഫർളില് ഗോട്ടുകാട്ടിട്ടും ചിലപ്പോ അതിന്റെ ആ സുഹൃത പല ഐച്ഛികമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ഫർള് ഒഴിവാക്കിയതുകൊണ്ട് വീടുന്നല്ല. അങ്ങനെ മർമ്മത്ത് കൊള്ളാത്ത ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ റവാത്തിബ് കൊണ്ട് അള്ളാഹു തആല അതിൽ കൂട്ടിയിട്ടിട്ട് തൂക്കിയിട്ടാണ് ശരിയായി കിട്ടും. അതിനാണ് റവാത്തിബ് വെച്ചത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ശവ്വാൽ മാസം മുതൽ റവാത്തിബ് എന്ത് ചെയ്യരുത്?
ഒഴിവാക്കരുത്. 10 മെങ്കിലും കൂടിക്കോളി, 10 മണ്ട് കൂടിക്കോളി. 22 തീരുമാനിച്ച് നടപ്പിലാക്കുന്ന ആളുകൾ ഈ സാസലുണ്ട്. അയിമക്കൊക്കെ എത്താൻ പറ്റിയാൽ മഹാഭാഗ്യവാന്മാർ. 10എങ്കിലും കൊണ്ടെടുക്കാൻ പറ്റാത്തവർ നിർഭാഗ്യമുള്ള ആളുകൾ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്.